JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനത്തെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആർക്കൊക്കെ അറിയാം ഈ ചോദ്യത്തിന് ഉത്തരം? റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടർ ആണ് അല്ലേ? റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ട്രാക്ടറില് ഡ്രൈവർ കൂടാതെ യാത്ര ചെയ്യുവാൻ അനുവദിക്കാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം. ഒരു ട്രാക്ടറില് ഡ്രൈവർ കൂടാതെ യാത്ര ചെയ്യുവാൻ അനുവദിക്കാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ആർക്കും അനുവാദമില്ല. ഒരു ട്രാക്ടറിൽ ഡ്രൈവർ കൂടാതെ ആർക്കും യാത്ര ചെയ്യുവാൻ അനുവാദമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഏതു പ്രായം തൊട്ടുള്ള യാത്രക്കാർക്ക് നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കേണ്ടതാണ്? ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഏതു പ്രായം തൊട്ടുള്ള യാത്രക്കാർക്ക് നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കേണ്ടതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? 4 വയസ്സിന് മുകളിലുള്ളവർ തൊട്ടുള്ള യാത്രക്കാർക്ക് നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററില് ഈ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഈ സിഗ്നല്, ഈ താഴെ കൊടുത്തിരിക്കുന്ന സിഗ്നല് തെളിഞ്ഞു കിടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ചെക്ക് എഞ്ചിൻ, ഓപ്ഷൻ ബി ചെക്ക് ഗിയർ ബോക്സ്, ഓപ്ഷൻ സി ചെക്ക് റേഡിയേറ്റർ ഫാൻ, ഓപ്ഷൻ ഡി ചെക്ക് ക്ലച്ച്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ചെക്ക് എഞ്ചിൻ. അടുത്ത ക്വസ്റ്റ്യൻ. സലൂൺ ടൈപ്പ് ബോഡി ഏതുതരം വാഹനങ്ങൾക്കാണ് ഉള്ളത്? സലൂൺ ടൈപ്പ് ബോഡി ഏതുതരം വാഹനങ്ങൾക്കാണ് ഉള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സ്റ്റേജ് കാരിയേജ്. സ്റ്റേജ് കാരിയേജ് വാഹനങ്ങൾക്കാണ് ഉള്ളത്. സലൂൺ ടൈപ്പ് ബോഡി സ്റ്റേജ് കാരിയേജ് വാഹനങ്ങൾക്കാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വാഹനത്തിന്റെ അൺലാഡൻ വെയിറ്റ് എന്നാൽ എന്ത്? ഒരു വാഹനത്തിന്റെ അൺലാഡൻ വെയിറ്റ് എന്നാൽ എന്ത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഡ്രൈവർ ഒഴികെയുള്ള വാഹനത്തിന്റെ ഭാരം. ഒരു വാഹനത്തിന്റെ അൺലാഡൻ വെയിറ്റ് എന്നാൽ എന്താണ്? ഡ്രൈവർ ഒഴികെയുള്ള വാഹനത്തിന്റെ ഭാരം. അടുത്ത ക്വസ്റ്റ്യൻ. ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത്? ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത്? എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത്? എന്താണ്? കണ്ടുപിടിച്ചോ? എന്താണ്? പുറകിൽ നിന്നുള്ള വാഹനം റിയർ വ്യൂ മിററിൽ കാണുവാൻ സാധിക്കാത്ത മേഖല. അതാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ? പുറകിൽ നിന്നുള്ള വാഹനം റിയർ വ്യൂ മിററിൽ കാണുവാൻ സാധിക്കാത്ത മേഖല. അടുത്ത ക്വസ്റ്റ്യൻ. വീൽ ബേസ് എന്നാൽ എന്ത്? വീൽ ബേസ് എന്നാൽ എന്ത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ഡി ആണല്ലേ, മുന്നിലെയും പിന്നിലെയും വീലുകളുടെ മധ്യരേഖകൾ തമ്മിലുള്ള അകലം. അതാണ് വീൽ ബേസ്. വീൽ ബേസ് എന്നാൽ എന്താണ്? മുന്നിലെയും പിന്നിലെയും വീലുകളുടെ മധ്യരേഖകൾ തമ്മിലുള്ള അകലം. അടുത്ത ക്വസ്റ്റ്യൻ. 7 വർഷം കഴിഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഫിറ്റ്നസ് കാലാവധി. 7 വർഷം കഴിഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 2 വർഷം. 7 വർഷം കഴിഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി 2 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ.
ടയർ വിയർ ഇൻഡിക്കേറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ടയർ വിയർ ഇൻഡിക്കേറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ടയർ വിയർ ഇൻഡിക്കേറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കണ്ടുപിടിച്ചോ? ഏതാണ്? ടയറിന്റെ തേയ്മാനത്തിന്റെ പരിധിയെ സൂചിപ്പിക്കുന്നു. ടയർ വിയർ ഇൻഡിക്കേറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ടയറിന്റെ തേയ്മാനത്തിന്റെ പരിധിയെ സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ 4 സ്ട്രോക്ക് പൂർത്തീകരിക്കുമ്പോൾ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും? ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ 4 സ്ട്രോക്ക് പൂർത്തീകരിക്കുമ്പോൾ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 2 പ്രാവശ്യം കറങ്ങും. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ 4 സ്ട്രോക്ക് പൂർത്തീകരിക്കുമ്പോൾ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് 2 പ്രാവശ്യം കറങ്ങും. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഈ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഈ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ടയർ ലോക്ക്, ഓപ്ഷൻ ബി സ്റ്റിയറിംഗ് ലോക്ക്, ഓപ്ഷൻ സി ABS, ഓപ്ഷൻ ഡി ഹാൻഡ് ബ്രേക്ക്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഹാൻഡ് ബ്രേക്ക്. വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന സിഗ്നൽ തെളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലായിക്കണം ഹാൻഡ് ബ്രേക്കിനെ ആണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തിലെ എഞ്ചിനിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം. വാഹനത്തിലെ എഞ്ചിനിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? വാഹനത്തിലെ എഞ്ചിനിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം ഏതാണ്? ഹൈഡ്രോ കാർബൺ ആണല്ലേ, ഹൈഡ്രോ കാർബൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ചുമത്തുന്ന പിഴത്തുക. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ചുമത്തുന്ന പിഴത്തുക എത്രയാണ്? അറിയാവോ ആർക്കെങ്കിലും? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 2000 രൂപയാണല്ലേ. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ചുമത്തുന്ന പിഴത്തുക എത്രയാണ്? 2000 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ. ട്രാൻസ്പോർട്ട് വാഹനത്തിലെ അറ്റൻഡിന് നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി. ട്രാൻസ്പോർട്ട് വാഹനത്തിലെ അറ്റൻഡിന് നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി. ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 20 വയസ്സിന് മുകളിൽ. ട്രാൻസ്പോർട്ട് വാഹനത്തിലെ അറ്റൻഡിന് നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 20 വയസ്സിന് മുകളിൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം കേരളത്തിൽ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം കേരളത്തിലെ ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, മലപ്പുറം. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം കേരളത്തില് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഒരു പ്രധാന ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഒരു പ്രധാന ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, മാസ്റ്റർ സിലിണ്ടർ. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഒരു പ്രധാന ഭാഗം ഏതാണ്? മാസ്റ്റർ സിലിണ്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരമാക്കിയിരിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ്? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരമാക്കിയിരിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ്? 4 സെക്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സെക്ഷൻ 185 പ്രകാരം ആണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരമായിരിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 185 പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജംഗ്ഷനിൽ വാഹനം ഓടിക്കുമ്പോൾ ഏത് വാഹനത്തിനാണ് മുൻഗണന? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ജംഗ്ഷനിലൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏത് വാഹനത്തിനാണ് മുൻഗണന? ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? വലതുവശത്തു കൂടി വരുന്ന വാഹനങ്ങൾക്കാണ്
മുൻഗണന. ജംഗ്ഷനിലേക്ക് വാഹനം ഓടിക്കുമ്പോൾ വലതുവശത്തു കൂടി വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള പ്രായപരിധി, ഉയർന്ന പ്രായപരിധി. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പരിധി ഇല്ല. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? നിങ്ങൾ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഈ ട്രാഫിക് സൈൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വഴി നൽകുക, ഓപ്ഷൻ ബി നോ പാർക്കിംഗ്, ഓപ്ഷൻ സി നിയന്ത്രണം തുടങ്ങുന്നു, ഓപ്ഷൻ ഡി നിയന്ത്രണം അവസാനിക്കുന്നു. ഏതാണ് ശരി ഉത്തരം? ഈ ട്രാഫിക് സൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കണ്ടുപിടിച്ചോ? എന്താണ്? വഴി നൽകുക. വഴി നൽകുക. ഇനി ട്രാഫിക് സൈൻ കാണുമ്പോൾ ഓർത്തോണം, എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത്? വഴി നൽകുക. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തിന്റെ വേഗത കുറച്ച് വാഹനം ശ്രദ്ധയോടുകൂടി മുന്നേറ്റെടുക്കേണ്ടത് ഏതു നിറത്തിലുള്ള സിഗ്നൽ ലൈറ്റ് മിന്നിക്കത്തുമ്പോൾ ആണ്? വാഹനത്തിന്റെ വേഗത കുറച്ച് വാഹനം ശ്രദ്ധയോടുകൂടി മുന്നേറ്റെടുക്കേണ്ടത് ഏതു നിറത്തിലുള്ള സിഗ്നൽ ലൈറ്റ് മിന്നിക്കത്തുമ്പോഴാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ആംബർ. വാഹനത്തിന്റെ വേഗത കുറച്ച് വാഹനം ശ്രദ്ധയോടുകൂടി മുന്നോട്ടെടുക്കേണ്ടത് ഏത് നിറത്തിലുള്ള സിഗ്നൽ ലൈറ്റ് കത്തുമ്പോഴാണ്? ആംബർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൈവിംഗ് ലൈസൻസ് മുൻകൂട്ടി പുതുക്കുന്നതിനുള്ള അനുവദനീയമായ കാലദൈർഘ്യം. ഡ്രൈവിംഗ് ലൈസൻസ് മുൻകൂട്ടി പുതുക്കുന്നതിനുള്ള അനുവദനീയമായ കാലദൈർഘ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കാലാവധി തീരുന്നതിന് 12 മാസം മുൻപ്. ഡ്രൈവിംഗ് ലൈസൻസ് മുൻകൂട്ടി പുതുക്കുന്നതിനുള്ള അനുവദനീയമായ കാലദൈർഘ്യം കാലാവധി തീരുന്നതിന് 12 മാസം മുൻപ്. അടുത്ത ക്വസ്റ്റ്യൻ. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 112 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 112 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, അമിത വേഗതയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. മോട്ടോർ വാഹനത്തിലെ സെക്ഷൻ 112 അമിത വേഗതയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സ്വകാര്യ വാഹനങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ അനുവദനീയമല്ലാത്ത നിറം. സ്വകാര്യ വാഹനങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ അനുവദനീയമല്ലാത്ത നിറം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഒലിവ് ഗ്രീൻ. സ്വകാര്യ വാഹനങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ അനുവദനീയമല്ലാത്ത നിറം ഏതാണ്? ഒലിവ് ഗ്രീൻ. അടുത്ത ക്വസ്റ്റ്യൻ. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണല്ലേ. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ. പെർമിറ്റ് വേണ്ടാത്ത ഗുഡ്സ് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ GVW എത്ര? പെർമിറ്റ് വേണ്ടാത്ത ഗുഡ്സ് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ GVW എത്ര? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 3000 kgക്ക് മുകളിൽ. പെർമിറ്റ് വേണ്ടാത്ത ഗുഡ്സ് ട്രാൻസ്പോർട്ട് വാഹനത്തിന് GVW എത്രയാണ്? 3000 kgക്ക് മുകളിൽ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേജ് കാരിയേജ് പെർമിറ്റ് അനുവദിക്കുന്നത് ആരാണ്? സ്റ്റേജ് കാരിയേജ് പെർമിറ്റ് അനുവദിക്കുന്ന ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ, ബി ആണല്ലേ, RTA. സ്റ്റേജ് കാരിയേജ് പെർമിറ്റ് അനുവദിക്കുന്നത് RTA ആണ്. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ടയർ റൊട്ടേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യം. ടയർ റൊട്ടേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? മേൽപ്പറഞ്ഞവ എല്ലാം. അതായത് ടയറിന്റെ തേയ്മാനം ഒരേപോലെയാക്കുന്നതിന്, ടയറിന്റെ ലൈഫ് കൂട്ടുന്നതിന്, വാഹനത്തിന്റെ സുഗമമായ യാത്രയ്ക്ക്. അപ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്? ഈ പറഞ്ഞ 3 എണ്ണവും ശരിയാണ് അല്ലേ? മേൽപ്പറഞ്ഞവ എല്ലാം. അതായത് ഒന്ന്, ടയറിന്റെ തേയ്മാനം ഒരുപോലെയാക്കുന്നതിന്, ടയറിന്റെ ലൈഫ് കൂട്ടുന്നതിന്, വാഹനത്തിന്റെ സുഗമമായ യാത്രയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൈവറ്റ് വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്ന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ്. പ്രൈവറ്റ് വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണല്ലേ. എന്താണ് അതിന്റെ ഉത്തരം? അനുവദിച്ചിട്ടില്ല. പ്രൈവറ്റ് വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ
ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.